പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2025 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സമഗ്രമായ ഒരു വിജയം UDF-നുണ്ടായിരിക്കുന്നു. ഏതെങ്കിലും ഒരു തട്ടിലുള്ള വിജയമല്ല, എല്ലാ തട്ടുകളിലും സമഗ്രമായി UDF വിജയിച്ചിരിക്കുന്നു. കോർപ്പറേഷനിലൊക്കെ ഉള്ള വിജയം എന്ന് പറഞ്ഞാൽ നിസ്തുലമാണ്, ഉജ്ജ്വലമാണ് എന്ന് പറയാതെ വയ്യ. ആകെ ഒരേ ഒരു കോർപ്പറേഷനാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന CPM-ന് ലഭിച്ചിരിക്കുന്നത്. ഒരേ ഒരു കോർപ്പറേഷൻ. 4 കോർപ്പറേഷനുകളിലാണ് UDF അധികാരത്തിലുള്ളത്. കഴിഞ്ഞ തവണ ഒരു കോർപ്പറേഷൻ മാത്രമാണ് UDF-നുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തൊക്കെ പൊട്ടി പൊളിഞ്ഞു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം 52 സീറ്റുള്ളടുത്ത് ഇത്തവണ 29 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. 23 സീറ്റാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 10 ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 20-ലേക്ക് വന്നു. 35 ഉണ്ടായിരുന്ന BJP 50-ലേക്ക് വന്നു. കേരളത്തിലെ ആദ്യത്തെ BJP നേതൃത്വത്തിലുള്ള ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. അതിൻ്റെ ഉത്തരവാദി CPM-ആണ്. CPM-ന്റെ തകർച്ചയിൽ നിന്നാണ് BJP തിരുവനന്തപുരത്ത് വളർന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷനിൽ സമഗ്രമായിട്ടുള്ള പരാജയം. ജില്ലാ പഞ്ചായത്ത് ഒരെണ്ണമാണ് UDF-നുണ്ടായിരുന്നത്. ഇത്തവണ 6 എണ്ണവും കൂടി ജില്ലാ പഞ്ചായത്ത് അവർ നേടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് നമ്മൾ എടുത്തു നോക്കിയേ. 2020 30-35% ഗ്രാമപഞ്ചായത്തുകളാണ് UDF-നുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ UDF 50%-ലധികം പഞ്ചായത്തുകളിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് 492 ഗ്രാമപഞ്ചായത്തുകളിലാണ് UDF-ന് മുൻതൂക്കം. കഴിഞ്ഞ തവണ അത് 321 മാത്രമായിരുന്നു. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു വിജയം ഇത്തവണ UDF-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ആ വിജയത്തിൻ്റെ നേട്ടം UDF നേതാക്കൾക്ക് അവകാശപ്പെടേണ്ടതാണല്ലോ. കാരണം UDF തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. UDF തെരഞ്ഞെടുപ്പിൻ്റെ നേതാക്കന്മാർ UDF-ന്റെ ദിശ തീരുമാനിക്കുന്നു. അവർ UDF-ന്റെ വിജയത്തിന് വേണ്ടി വലിയ തോതിൽ പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായി UDF ജയിച്ചു കഴിയുമ്പോൾ അത് UDF-ന്റെ നേതാക്കന്മാർക്കുള്ള ക്രെഡിറ്റായിട്ട് വരേണ്ടതാണല്ലോ. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ ഉണ്ടാവാറ്. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ കുറിച്ച് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ നേട്ടം UDF നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്കും അവകാശപ്പെട്ടതല്ല എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിജയത്തിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ്, അതിൻ്റെ അവകാശം UDF-ന്റെ നേതാക്കന്മാർക്കോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ അല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ അണികൾക്കും ജനങ്ങൾക്കുമുള്ളതാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലം ഒന്നെടുത്ത് നോക്കി, നമ്മളിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലം എടുത്ത് നോക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലെല്ലാം UDF-ന്റെ ആയാലും LDF-ന്റെ ആയാലും നേതാക്കന്മാർ, ഇപ്പോൾ UDF-ന്റെ നേതാക്കന്മാരാണെങ്കിൽ UDF-ന് അനുകൂലമായിട്ടുള്ള പ്രചരണ വിഷയങ്ങൾ പ്രചരണത്തിലേക്ക് കൊണ്ടുവരും. ആ പ്രചരണത്തിൻ്റെ അമരത്ത് UDF-ന്റെ നേതാക്കന്മാർ നിൽക്കും. അവരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് UDF ജയിക്കുകയാണെങ്കിൽ ജയിക്കുക. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് UDF-ന്റെ നേതാക്കന്മാരായിരിക്കും. ആ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൻ്റെ സ്വാധീനത്തിലാണ് അണികളും ജനങ്ങളുമൊക്കെ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും വിജയിപ്പിക്കും. അതാണ് നമ്മൾ UDF-ന്റെ കാര്യത്തിലായാലും LDF-ന്റെ കാര്യത്തിലായാലും സാധാരണ കാണാറ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2-3 ആഴ്ചക്കാലം പ്രചരണത്തിൻ്റെ കാലം ഉണ്ടായിരുന്നല്ലോ. ആ പ്രചരണത്തിൻ്റെ സമയത്ത് തുടക്കത്തിൽ തന്നെ നമുക്കറിയാമായിരുന്നു UDF-ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് ശബരിമല പെരുങ്കൊള്ളയുടെ കാര്യത്തിലായിക്കോട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധത നയങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, ക്രമസമാധാന തകർച്ചയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, പിണറായി വിജയനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പിൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഏത് വിഷയം എടുത്തു നോക്കിയാലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വലിയ മുൻതൂക്കമാണ് രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് UDF-ന് ഉണ്ടായിരുന്നത്. ആ വിഷയങ്ങൾ എടുത്തുകൊണ്ടങ്ങ് പോവുക മാത്രമേ UDF നേതാക്കന്മാർ ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ എന്താ പ്രധാനമായിട്ട് ചെയ്തത്? പ്രധാനമായും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്താ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് ചെയ്തത്? ഈ തെരഞ്ഞെടുപ്പിൽ നിക്കക്കള്ളിയില്ലാതെ വന്ന LDF-ഉം CPM-ഉം എന്താ ചെയ്തത്? ശബരിമല പെരുങ്കൊള്ള മറയ്ക്കാൻ വേണ്ടി അവർ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവരെടുത്തിട്ടു. ഒരു വനിത ഓഡിയോ ക്ലിപ്പുമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വന്നു, വാട്സാപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് വന്നു. അവർ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി ആ പരാതി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൊടുത്തു. ക്രൈംബ്രാഞ്ച് മേധാവി ഉടനെ തന്നെ FIR ഇട്ടു, മൊഴിയെടുത്തു, അന്വേഷിച്ചു. ആ നിലയിൽ ശബരിമല പെരുങ്കൊള്ള മറയ്ക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് LDF കൊണ്ടുവന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം.
സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടം വിഷയം വരുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ നിലപാടെടുത്തതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം കൊണ്ടുവരുന്നത് ശബരിമല പെരുങ്കൊള്ള മറയ്ക്കാൻ വേണ്ടിയും UDFിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള അഡ്വാൻറ്റേജ്, അവരുടെ നേട്ടം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നില്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയേണ്ടിയിരുന്നത്? അവർ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിക്കാനൊന്നും പോകേണ്ടിയിരുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ നിലപാടെടുത്തതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളത് കൊണ്ടുവന്നത് തിരഞ്ഞെടുപ്പിലുള്ള ഞങ്ങൾക്കുള്ള നേട്ടം ഇല്ലാതാക്കാനും ഞങ്ങളെ പരാജയപ്പെടുത്താനും വേണ്ടിയാണ് എന്ന് പറയുകയായിരുന്നില്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യേണ്ടിയിരുന്നത്? അതിന് പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉളുപ്പില്ലാതെ ചെയ്തത് എന്താ? കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള കെ മുരളീധരൻ, ആ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നിരന്തരം രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്ത്, എത്ര വലിയ കൊലകൊമ്പനായാലും പിന്നെ കൊമ്പ് കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബരിമല പെരുങ്കൊള്ള മറയ്ക്കാൻ വേണ്ടി LDFകാർ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് തലകുത്തി വീഴുകയല്ലേ കെ മുരളീധരൻ ചെയ്തത്? കെ മുരളീധരൻ നിരന്തരമായ പ്രസ്താവനകൾ മുഴുവൻ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ ആർക്കാണ് മുരളീധരൻ നേട്ടം ഉണ്ടാക്കി കൊടുത്തത് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത്? ഇനി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അയാളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അയാൾ പറയേണ്ടിയിരുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒന്ന് ഞങ്ങൾ നിലപാടെടുത്തു, എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിഷയം കൊണ്ടുവന്നത് ഞങ്ങളുടെ നേട്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടതിന് പകരം അയാൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വീഴുകയല്ലേ ചെയ്തത്? അയാൾ ഏതോ വേദിയിൽ ചെന്നിരുന്നിട്ട് പറഞ്ഞെന്താ, ആൾക്കൂട്ടത്തിനെ കണ്ടൊന്നും ഞാൻ മാറില്ല, തിരമാല പോലെ എതിർപ്പ് വന്നാലും ഞാനതിനകത്തൊന്നും മാറില്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് UDFിനെ അടിക്കാൻ വേണ്ടി ഒരു വടിയായി കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെ എടുത്തുയർത്തി CPMന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തത്? അതല്ലേ ചെയ്തത്? രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ കാസർഗോഡത്തെ MP, അയാളും പണ്ടൊരു ശ്രീപീഡന കേസിൽ പ്രതിയായതും ജീപ്പിനകത്ത് തലകുരിച്ചിരുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. 10-16 വർഷം മുമ്പ് മലപ്പുറത്ത് വെച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അയാളെന്താ വന്നിട്ട് പറഞ്ഞത്? അയാൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ ഇനി വല്ലതും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോവും, ഒരുപാട് വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് UDFിനെ അടിക്കാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്ന ആ ആയുധം എടുത്തുകൊണ്ട് UDFിനിട്ട് അടിക്കുകയല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് ചെയ്തത്? അല്ലേ? അങ്ങനെയല്ലേ ചെയ്തത്? പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ CPMന്റെ ക്യാമ്പയിനകത്ത് വീണു. ശബരിമല കൊള്ള മറയ്ക്കാൻ വേണ്ടി CPMകാർ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തുകൊണ്ട് ഓടുകയാണ് VD സതീശനും കെ മുരളീധരനും പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ചെയ്തത്. അതല്ലേ അവർ ചെയ്തത്? പക്ഷേ കോൺഗ്രസ് അണികളും ജനങ്ങളും ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ടാക്കി വെച്ച വാരിക്കുഴിയിൽ അവർ വീണില്ല. ശരിക്കും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വീണ് CPMന് വേണ്ടി പിന്നെ ഈ നേതാക്കന്മാർ പണിയെടുത്തപ്പോൾ ശബരിമല പെരുങ്കൊള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രചരണായുധമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരേ ഒരു നേതാവ് രമേശ് ചെന്നിത്തലയല്ലേ സുഹൃത്തുക്കളെ? രമേശ് ചെന്നിത്തലയല്ലേ ആ വിഷയത്തിൽ നിരന്തരമായി ശബരിമല കൊള്ള ഉയർത്തിക്കൊണ്ടിരുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സമയത്ത് SITക്ക് മൊഴി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചിത്രം മുഴുവൻ ശബരിമല കൊള്ളയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അയാൾ ശ്രമിക്കുമ്പോൾ പോലും ഈ VD സതീശനും ഈ കെ മുരളീധരനും ഈ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും എല്ലാം കൂടെ ചേർന്ന് തെരഞ്ഞെടുപ്പ് രംഗം CPMന് അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ കുരുക്കിൽ, ആ വാരിക്കുഴിയിൽ, ആ ചതിക്കുഴിയിൽ കോൺഗ്രസിന് അണികളും വീണില്ല, ജനങ്ങളും വീണില്ല. അവർക്കറിയാമായിരുന്നു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നുള്ളത്. അവർക്കറിയാമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം CPM കൊണ്ടുവന്നത് UDFിനെ അടിക്കാൻ വേണ്ടിയാണെന്ന്. ഈ നേതാക്കന്മാർക്ക്, ഈ സതീശനും ഈ കെ മുരളീധരനും ഉണ്ണിത്താനും മനസ്സിലായില്ലെങ്കിലും കോൺഗ്രസ് അണികൾക്കും ജനങ്ങൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശബരിമല കൊള്ളയിൽ വിധി എഴുതി, അവർ ഇടതു സർക്കാരിൻ്റെ ജനവിരുദ്ധതയിൽ വിധി എഴുതി, അവർ പിണറായി വിരുദ്ധതയിൽ വിധി എഴുതി, അവർ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പോലും അവർ ഈ ചതിക്കുഴി കണ്ട് അവർ വോട്ട് ചെയ്തു. അങ്ങനെ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സമഗ്രമായിട്ടുള്ള വിജയം. അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് VD സതീശനും കൂട്ടർക്കും അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് VD സതീശനും സണ്ണി ജോസഫിനും അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് കോൺഗ്രസ് അണികൾക്കും കേരളത്തിലെ
പൊതുജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.